എതിർ ടീം ശക്തരാണെങ്കല്ലേ നിങ്ങ കളിക്ക് എന്നെ ഇറക്ക്. എടാ കളിക്കളത്തിലെ പുലിക്കൂട്ടിയാ ഞാൻ. ഉണ്ണിപ്പുലി എന്നാ പേരെന്നെ. മഴയുണ്ടായ കളി ഉണ്ടാവൂലേ? ആ ഞാൻ പിന്നെ വിളിക്കാം. ആ മഴ ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ കാലാവസ്ഥയൊക്കെ മാറിയെന്നേ. മഴ എപ്പോഴാ പെയ്യ എപ്പോഴാ നിക്കാന്നും പറയാൻ പറ്റും. ഇപ്പൊ മഴക്ക് പ്രത്യേക മാസക്കണക്കൊന്നുമില്ല. ഏത് മാസവും മഴ പെയ്യ അങ്ങനെ അതിന്റെ കണക്ക്. അതെ ആ പണ്ടൊക്കെ ആ ഇടവപ്പാതി മുതൽ തുലാം 10 വരെ മഴ. ആ ഇപ്പൊ കുംഭം മീന്യം മേടം ഒക്കെ മഴ പെയ്യും. കലണ്ടർ തന്നെ മാറ്റേണ്ടി വരും. ഈ മറ്റേ ഇതിന്റെ മഴയുടെ കണക്കുണ്ടല്ലോ കാലാവസ്ഥന്റെ. ഇനിയൊക്കെ മാറ്റേണ്ടി വരും. അതെ എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം? ഒരു കാര്യമില്ലെന്നേ. ആരും പച്ചക്കറി മേടിക്കാൻ വരുന്നില്ല. എത്രയാന്നറിയോ ചീഞ്ഞിട്ട് ഇങ്ങനെ പയ്യന്റെ തൊട്ടിയിലിടണു. കുറെ കളയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങക്ക് ലാഭമില്ല കാര്യം. നല്ല കണ്ണായ സ്ഥലത്തല്ലേ ഈ പച്ചക്കറിയിൽ നടന്നത്? ആ റോഡ് സൈഡിലതാ ഈ സ്ഥലമൊക്കെ നമ്മുടെ അല്ലേ. ഈ പച്ചക്കറിയിൽ അങ്ങോട്ട് നെട്ടി നിരത്തിയിട്ട് ആടെ ഒരു ടർഫ് ഗ്രൗണ്ട് ആക്കിയാലോ? കൊല്ലത്തിൽ പൈസ കിട്ടും, നല്ല പൈസ. വളവിടുണ്ടോ ഒന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾ ആടെ ഇരുന്നാ മതി. കസേരമ പൈസ കൊടുത്തൊരാള്. അതൊന്നും ശരിയാവില്ല ഉണ്ണിയെ. നമ്മള് പാരമ്പര്യമായിട്ട് കർഷകരാണ്. ഓ മണ്ണിലെ പണിയെടുത്ത് ജീവിച്ചു. ഇതിന്റെ ഒരു മഹത്വം വേറെയാണ്. അത് മറ്റുള്ളവർക്ക് അറിയില്ല. അവിടെ എന്നിട്ട് മാറിക്കേട്. അല്ല ഇതൊരു നാടനാകുന്നോണ്ട് തിന്നോക്കെ അതിന്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് അറിയാൻ വേണ്ടി. അങ്ങനെ തിന്നോക്കണ്ട. കാശ് കൊടുത്ത് കുടുംബത്ത് വാങ്ങി കൊണ്ടുപോയിട്ട് നല്ല കറി വെച്ച് കഴിക്കാം. അന്ന് കൊല നടന്നു പോന്ന് നിങ്ങളെ പറമ്പെന്നല്ലേ കൊല പോന്ന്? അതിവിടെ രാഘവേട്ടനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമില്ലാത്ത? എടോ അത് എന്റെ പറമ്പെന്നല്ല. രാഘവേട്ടന്റെ കടയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് കൊല കൊണ്ടുവരും. എന്നിട്ട് മൂപ്പരുടെ വീട്ടിലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കും. മെലിഞ്ഞ കായുള്ള കൊല നോക്കിയിട്ട് മൂപ്പര് മേടിക്കൂ. എന്തിനറിയോ? നാടൻ കൊലയാന്ന് പറഞ്ഞ് വിൽക്കാൻ. എന്തിനടാ അയാള് പൊക്കോട്ടെ. എന്റെ വകയിലൊരു വെല്ലിച്ചനാണ്. വലിയ ഗുണമൊന്നുമില്ല. എന്റെ രാഘവട്ടെ ഈ സുഗതയുടെ അടുത്ത് നല്ല നാടൻ കൊല ഉണ്ടാകുമ്പോ നീங்க ഇങ്ങ് പുറത്തു പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ എന്നാ എന്നോട് ചോദിച്ചേ? അതെ നല്ല നാടൻ കൊല സുഗതേട്ടന്റെ വിൽപ്പനക്ക് ഉണ്ടാകുമ്പോ എന്തിനാ പുറത്തു പോയിട്ട് മേടിക്കേണ്ട ആവശ്യം? എടാ ഞാൻ കച്ചവടത്തിലല്ലേ ഇരിക്കുന്നേ. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊടുന്ന ഈ കായ് വിറ്റാലേ എനിക്ക് കിലോക്ക് 20 റുപ്യ ലാഭം കിട്ടും. ഈ സുഗതന്റെ കായ് വിറ്റാലോ എനിക്ക് 5 റുപ്യം കൂടെ കിട്ടൂലാന്ന്. അതാണ് നാടൻ കായാന്ന് പറയുമ്പോ വില കൂട്ടി വെക്കണം. നാടൻ കായോ ഫോറിൻ കായോ ഒന്നും ആക്കില്ല. അവര് ഇപ്പൊ നേന്ത്രപ്പഴം കണ്ട വില ചോദിച്ചു, കുറഞ്ഞ വില ചെയ്യണേ. നാടൻ കായാന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യം എന്താ? ഇത് അത് പിന്നെ കായന്റെ കച്ചവട തന്ത്രമാണ്. അത് പിന്നെ നിങ്ങൾ എന്ത് ചോദ്യം ചെയ്യുന്നു? ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരു നാടൻ കായ ഉണ്ടാക്കുമ്പോ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്ന കായ ഈ വിലക്ക് കൊടുത്താ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞാൻ കച്ചവടക്കാരനാണ്. എനിക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടത് എന്റെ ആവശ്യമാണ്. എന്റെ കുടുംബം പോലെ തന്നെ. അവനവന്റെ കാര്യം നോക്കിയിട്ട് അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിഷം നാട്ടുകാരെ മുഴുവൻ തീറ്റിച്ചോ? അതെ എല്ലാരും ഇപ്പൊ നാടെ നന്നാക്കാനല്ല നിൽക്കുന്നത്. നീ ഇപ്പൊ നാടെ നന്നാക്കാനൊക്കെ പിന്നെ വെറുതെ വർത്താനം പറയാ. വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് 3 പഴം നീ ഉരിഞ്ഞ പൈസ കൊണ്ടാ. 3 നീ ഉരിഞ്ഞില്ല ഇപ്പൊ. ഇതെങ്ങനെ ഇവിടെ ഒന്ന് അതെല്ലാം വരും. നീ പൈസ കൊണ്ടാ. തിരക്കുള്ള ഇത് നമ്മൾ ഈ തൊലി വലിച്ചാൻ പൈസ കൊണ്ടാ. വെല്ലിച്ചനല്ലേ പോ. എന്ത് വെല്ലിച്ചാൻ? അങ്ങാടിയിൽ തിരക്കുള്ള സാധനം അറിയാം. അതൊന്ന് തിന്നണ്ട വേഷാത്. വേണം ഇവിടുന്ന് ഒരു കൊല കൊണ്ടേക്കോ. നല്ല പച്ചക്കറി. നമ്മൾ ഈ വിഷം ഒന്നും ഇടണില്ല. ചാണകപ്പൊടി ഇറണ്. ഇനെത്ര കിലോനി? ഇതോ? ഇത് 60 റുപ്യ. 30 റുപ്യ പുറത്തു. എടാ അത് ഈ വരവ് അല്ലേ? വിഷട്ടിട്ടുള്ള വരവ് പയറാണത്. ഇത് നാടനാണ് ഇവിടെ ഉണ്ടാക്കണത്. അത് ശരി. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ആടുന്ന് 1 കിലോ വൈനിങ് മേടിച്ചു. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് അവര് പറയില്ലേ നാടനാന്ന്. അപ്പൊ എനക്കത് നാടനല്ലേ? ഇത് ഈട നിങ്ങൾക്ക് നാടൻ, ആട നാടൻ, ഈട നാടൻ, എല്ലാം നാടനാണ്. അതെ ഈ വിടാൻ നോക്ക്. അതെയാ? ഇനെത്ര ഇപ്പൊ വിഷം തിന്ന് ചാവാൻ വേണ്ടിട്ട് ഓരോ ജന്മങ്ങൾ. കളിക്കാൻ ഞാൻ വരണ ചിരിച്ചു കിടന്നോ? 40 വയസ്സിൽ അറ്റാക്ക് വന്ന് ചാവും പാന്നി.
പണി നടക്കട്ടെ സാവിത്രിയേ. ആ ഇവിടുത്തെ പുല്ല് പറിച്ചു കഴിഞ്ഞാലേ ആ വടക്കേ പറമ്പിലേക്ക് ചെല്ലിട്ടാ. അവിടെ നിറയെ പുല്ല ഒക്കെ പറിച്ചാളി. രതീശേ, ഓ എടാ അവിടെ കുയ്യാക്കണ്ട ജി. അവിടെ പയറ് പെതറാൻ വേണ്ടിട്ട് ഞാനൊന്ന് കിളച്ചിടാൻ പറഞ്ഞ മണ്ണ് കുയ്യെടുക്കല്ലേ ഈ. ചെറുതായിട്ടേ കുഴിച്ചോളൂ. ആ ഇനി കുഴിക്കണ്ട, അവിടെ പറിച്ചിട്ടാ മതി കേട്ടോ. ആ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറിച്ച മഞ്ഞളില്ലേ, അത് കച്ചവടായ ആർക്കും ബലമുണ്ട് അങ്ങോട്ട് ഒക്കണില്ല. നമുക്ക് ആ ചെറിയ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സാധനമല്ലേ. റൂമിൽ ചാക്കിൽ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കട്ടെ. എന്താപ്പത്? അതിര് കാക്കുന്ന ജവാനും കതിര് കാക്കുന്ന കർഷകനും ബിഗ് സല്യൂട്ട്. ഔ സാറായിക്കണം. കർഷകനും ഉണ്ടല്ലോ. ഈ പഞ്ചായത്തിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഓരോ മെസ്സേജാണ്. ആ ഗ്രൂപ്പിൽ ഈ മഞ്ഞൾ വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ മെസ്സേജിൽ വിട്ടാ പോരെ, അത് കണ്ട് അവര് വാങ്ങിക്കുമല്ല. അത് നേരെയുള്ള രീതി ചെയ്യ് പറഞ്ഞേ. ആ ബുദ്ധിക്ക് ഇതുവരെ തോന്നിയില്ല. അയ്യവേടാ അപ്പോഴേക്കൊന്ന് വന്നിക്കണല്ലോ. പ്രിയമുള്ളവരെ, കൃഷി ഓഫീസിൽ പുതിയതായി തെങ്ങിൻ തൈകൾ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് തീരാറായി. ആധാർ കാർഡും കരമടച്ച രസീതും 50 രൂപയുമായി വന്നാല് തൈ മേടിക്കാം. 50 ഉറുപ്പ്യ കരമടച്ച റെസീറ്റും ആധാർ കാർഡും തെങ്ങിൻ തൈ ഇട്ടാനേ. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മഞ്ഞൾ ഇതുവരെ കച്ചവടമായില്ല. അതിൻ്റെ ഇടക്കാ ഏനാണ്ടോ ഞാൻ ഈ പറഞ്ഞ ആ സാധനം ഒന്ന് ഇട്ടേക്കട്ടെ. ഞാൻ മൊയ്തുവാണ്. അതേ എൻ്റെ പറമ്പിൽ ഞാൻ ഉണ്ടാക്കിയ മഞ്ഞൾ, നല്ല നാടൻ മഞ്ഞൾ എൻ്റെ പെരയിൽ ഇരിക്കുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ പെരയിൽ നേരിട്ട് വന്നാൽ തരും. കുറച്ച് വില കൂടും, എന്നാലും ശുദ്ധമായ മഞ്ഞളാണ്. വേണ്ടവർ വന്നോളി. എന്ത് അത് തന്നെ കറക്റ്റ്. ഇജ്ജെന്താ നോക്കിക്കട, ഇജ്ജെൻ്റെ പണിയെടുത്തോ. മെസ്സേജ് ഞാൻ വിടുന്നില്ലേ. അതിനിപ്പോ മറുപടി വന്നോളിപ്പോ. വന്നല്ലോ. അതെ, ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിൽ കച്ചവടം അനുവദിക്കുന്നതല്ല, ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഷെഫിക്കെ, ഈ പറഞ്ഞ ഞാൻ കേട്ട്. ഇല്ലപ്പോ തൊട്ട് മുമ്പ് ജവാനും കൃഷിക്കാരനും ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ ആളല്ല ഈ. എടോ ഞാനൊരു കർഷകനാണ്. എൻ്റെ പറമ്പിൽ ഉണ്ടാക്കിയ മഞ്ഞളാണ് ഞാൻ ഈ കച്ചവടത്തിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട്. അതിലിപ്പോ എന്താണ്ടോ ഒരു തെറ്റ് അതെന്ന് പറഞ്ഞുണ്ടായി അല്ലാന്ന്. അപ്പൊ ഞാൻ ആ മെസ്സേജ് ഇട്ട് സെഫിക്ക് ഇളക്കിക്കണ്. നമ്മൾ ഈ മഞ്ഞളില്ലേ, അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് നമുക്കൊരു ബോർഡും വെച്ചിട്ട് ഇവിടെ നിന്ന് കച്ചവടം അടിക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന്. എടാ അത് ഗംഭീര ഐഡിയ ഉള്ളത്. ഇതൊന്നും എന്താ എനിക്ക് തോന്നാത്ത നോക്കിയാണ്. അത് ബുദ്ധി വേണം. കൊത്തലവിടെ നിർത്ത്. ഇത് ചെയ്യണ്ടേ? വേണ്ട, ഈ അകത്ത് പോയിട്ട് അത് 4-5 ചാക്ക് മഞ്ഞൾ ഞാനവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു പെട്ടി ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മളെ സഹദേവന്റെ മില്ല് കൊണ്ടു കൊടുക്കും. അവൻ പൊടിക്കട്ടെ. അപ്പൊ ഇത് ചെയ്യണ്ടേ? അത് ഈ വന്നിട്ട് വീണ്ടും ചെയ്യണോ? പറയണ്ടായിരുന്നു. ഒന്നുമില്ല, അത് സൂര്യനോട് ചോദിക്കട്ടോ. സൂര്യ കാണിച്ചു തരൂ. അത് നന്നായി.